Welcome to BSc Physics Main Semester 6 class, Paper 4, Digital Electronics and Computer Science, 42nd lecture, C++ Programming, and today's topic is switch statement in C++. Switch statement in C++. What is switch statement? The switch statement allows us to execute a block of code among many alternatives. The syntax of the switch statement in C++ is switch expression, that is in parenthesis, opening brace, case constant 1, semicolon, then front slash, 2 front slash. Others, എന്താണ് ഇവിടെ ടോപ്പിക് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. Code to be executed, if again front slash 2 expression is equal to constant 1. അവിടെ constant 1 എന്ന് കൊടുക്കണം. constant 1 ബ്രേക്ക്. ഇപ്പോൾ സ്വിച്ചിൻ്റെ കൂടെ ബ്രേക്കും വരും. പിന്നെ നമുക്ക് സ്റ്റെപ്പുകൾ അനേകം വേണേൽ കൊടുക്കാം. ഡിഫോൾട്ട് front slash 2 front slash code to be executed if again front slash expression doesn't match any constant brace closed. This is the syntax of the switch statement. How does switch statement work? എങ്ങനെയാണ് switch statement വർക്ക് ചെയ്യുക? The expression is evaluated once and compared with the values of each case label. ആദ്യം എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്യും. അതിനു വേണ്ടിയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇഫ് ദർ ഇസ് എ മാച്ച്, ദ കറസ്പോണ്ടിങ് കോഡ് ആഫ്റ്റർ ദി മാച്ചിങ് ലേബൽ ഈസ് എക്സിക്യൂട്ടഡ്. ഒരു മാച്ച് ഉണ്ടെങ്കിൽ ആ മാച്ചിങ് കോഡിന് ശേഷമുള്ള ലേബൽ എക്സിക്യൂട്ട് ചെയ്യും. For example, if the value of variable is equal to constant 2, the code after case constant 2 is executed until the break statement is encountered. If there is no match, the code after default is executed. ഇപ്പോൾ സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ തുടർന്നിട്ട് ഇപ്പോൾ ഒരു മാച്ചും വരുന്നില്ല എങ്കിൽ, ഇപ്പോൾ കോൺസ്റ്റന്റ് 1 കോൺസ്റ്റന്റ് 2 അങ്ങനെയുണ്ട്, ഒരു മാച്ചും വരുന്നില്ല എങ്കിൽ ഡിഫോൾട്ടിലേക്ക് അവസാന ഭാഗത്തേക്ക് പോകും പ്രോഗ്രാം. അതാണ് സ്വിച്ചിൻ്റെ രീതി. ഇതാണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഫ്ലോ ചാർട്ടാണ്. ഇപ്പോൾ മുകളിൽ വേണമെങ്കിൽ സർക്കിൾ കൊടുക്കാം. നമുക്ക് മുകളിൽ താഴെ ഒരു സർക്കിൾ കൊടുക്കാം. മുകളിൽ ടോപ്പിൽ, താഴെ റൈറ്റ് ബോട്ടം നമുക്ക് ഒരു സർക്കിൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ എഴുതിക്ക് നോക്കുക. അപ്പോൾ ഈ സ്റ്റാർട്ടിൽ നിന്ന് നമ്മൾ എക്സ്പ്രഷനിലേക്ക് വരും. എക്സ്പ്രഷൻ പിന്നെ ഈക്വൽസ് കോൺസ്റ്റന്റ് 1, ഒന്നാമത്തെ കോൺസ്റ്റന്റ് തുല്യമാണെങ്കിൽ യെസ് കോഡ് ബ്ലോക്ക് 1 is executed and the program ends. If no, expression 2, check expression 2, evaluate expression 2. If yes, then code block 2 is executed and then the program flows to end. If constant 2 is not valid, then next case equals constant 3, that is executed. And if yes, if it is right, it is that block is executed and the flow goes to the end. And this process continues. Finally, the default statement is reached. The final statement is reached. അപ്പോൾ എവിടെയെങ്കിലും ശരിയായാൽ അവിടെ നിന്ന് പിന്നെ വർക്ക് ചെയ്യും, എന്നിട്ട് എൻഡിലേക്ക് പോകും. പിന്നെ ശരിയായില്ലെങ്കിൽ അടുത്തേക്ക് പോകും. അങ്ങനെ പോകാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇതിന് പോലെ ഈഫെൽസ് ഉപയോഗിക്കാറുണ്ട്. ഈഫെൽസിൻ്റെ പ്രോഗ്രാം നമ്മൾ പറഞ്ഞില്ല, വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. ഈഫെൽസ് വെച്ചും സ്വിച്ച് വെച്ചും ഒരേ പ്രോഗ്രാം നമുക്ക് ചെയ്യാം. പക്ഷെ സ്വിച്ച് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രത്യേകത ഈഫെൽസിനേക്കാൾ.
ഇഫ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. അതായത് 3-4 കേസ് ഫോർ ലൂപ്പ്, ഈഫ് എൽസ് അങ്ങനെ. അവിടെ ഈഫ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഏത് വേണമെങ്കിലും പറയാവുന്നതാണ്. ഇറ്റ്സ് എ ലെങ്തി ടോപ്പിക്. അപ്പം ഇങ്ങനെയാണ് ഈ സ്വിച്ച് ഓപ്പറേഷൻ്റെ ഫ്ലോ ചാർട്ട് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഫ്ലോ ചാർട്ട് മൊത്തം. അപ്പോൾ നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ സർക്കിൾ കൊടുക്കാം, എൻഡിൽ ഒരു സർക്കിൾ കൊടുക്കാവുന്നതാണ്. I think it is clear. You can read what is written inside the block. Equal to constant, then code block 2 block 1 എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് ഡിഫോൾട്ട് കാണാമെന്ന് വിചാരിക്കുക. ഇനി ഈ സ്വിച്ച് വെച്ച് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിക്കേണ്ടത്. എന്താണ് പ്രോഗ്രാം നോക്കിയേ? എക്സാമ്പിൾ, ക്രിയേറ്റ്സ് എ കാൽക്കുലേറ്റർ യൂസിങ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാം ഉണ്ടാക്കാനാണ്. ഇപ്പോൾ കാൽക്കുലേറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് കാൽക്കുലേറ്റർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ സ്വിച്ച് വെച്ച് നമുക്ക് എഴുതാം. അപ്പോൾ അവിടെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാം. അതിനുള്ള പ്രോഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. എ പ്രോഗ്രാം യൂസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടു ക്രിയേറ്റ് എ കാൽക്കുലേറ്റർ. എ പ്രോഗ്രാം യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടു ക്രിയേറ്റ് എ കാൽക്കുലേറ്റർ. ഓർ ദിസ് പ്രോഗ്രാം ആഡ്സ് 2 numbers, subtracts number, multiplies numbers and divide a number by another. This is the program. അത് നമ്മൾ ആ സിൻടാക്സിൻ്റെ ചൂട് പിടിച്ചെഴുതുകയാണ്. /2. ഇപ്പോൾ എന്താണ് പ്രോഗ്രാം എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ /2 കൊടുക്കുമല്ലോ. പ്രോഗ്രാം ടു ബിൽഡ് എ സിമ്പിൾ കാൽക്കുലേറ്റർ യൂസിങ് സ്വിച്ച് എന്നാണ്. യൂസിങ് സ്വിച്ച്. അപ്പോൾ അതാണ് ആദ്യത്തെ ലൈൻ. അത് ഇറ്റ് ഈസ് ഓൺലി എ ടൈറ്റിൽ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പ്രോഗ്രാം ഈസ്. ഹാഷ് ഇൻക്ലൂഡ് ലെസ് ദാൻ സൈൻ, IO സ്ട്രീം, ഗ്രീറ്റർ സൈൻ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ആൻഡ് LT സെമിക്കോളൻ അവസാനം ആൻഡ് GT സെമിക്കോളൻ കൊടുക്കും. ഇവിടെ ലെസ് ദാൻ സൈന് പോലെ ആൻഡ് LT സെമിക്കോളൻ കൊടുക്കുക. ഗ്രീറ്റർ സൈന് പകരം ആൻഡ് GT സെമിക്കോളൻ കൊടുക്കുക. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, നമ്മൾ ബിഗിനിങ്ങിൽ പഠിച്ച പോലെ ലെസ് ദാൻ ഗ്രീറ്റർ സൈൻ കൊടുത്തിരിക്കുകയാണ്. ഓരോ ടെസ്റ്റിനകത്ത് ഓരോ തരത്തിലാണ് എഴുതുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആദ്യത്തെ ലെസ് ദാൻ സൈന് പകരം ആൻഡ് LT സെമിക്കോളൻ കൊടുക്കാം. ലാസ്റ്റ് ഗ്രേറ്റർ സൈന് പകരം ആൻഡ് GT സെമിക്കോളൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് സെമിക്കോളൻ. അപ്പോൾ അത് ഹെഡർ ഫയലാണ്. ഇൻഡ് മെയിൻ പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ് ചാർ ഓപ്പറേറ്റർ സെമിക്കോളൻ ഫ്ലോട്ട്. ദശാംശയ്ക്ക് കൂട്ടേണ്ടി വരികയാണെങ്കിൽ ഫ്ലോട്ട് വേണമല്ലോ. ഫ്ലോട്ട് നമ്പർ 1, നമ്പർ 2 സെമിക്കോളൻ. സി ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഇൻസെർഷൻ ഓപ്പറേറ്റർ 2 ലെസ് ദാൻ സൈൻ. അപ്പോൾ അവിടെ വേണമെങ്കിൽ ആൻഡ് LT സെമിക്കോളൻ എന്ന് കൊടുക്കുക. സി ഔട്ട് 2 ലെസ് ദാൻ സൈൻ, then quotation and quote. Quotation enter an operator. ഒരു ഓപ്പറേറ്റർ എൻ്റർ ചെയ്യണം. 4 ഓപ്പറേറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പിന്നെ പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷാണ്. ക്ലോസ് ദി ബ്രാക്കറ്റ്, സെമിക്കോളൻ. അവിടെ സെമിക്കോളൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, സെമിക്കോളൻ ഇടണം കേട്ടോ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുക്കണം. അവിടെ സി ഇൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഓപ്പർ സെമിക്കോളൻ. സി ഔട്ട് ഇൻസെർഷൻ ഓപ്പറേറ്റർ ആൻഡ് കൊട്ടേഷൻ എൻ്റർ 2 numbers സെമിക്കോളൻ ഡബിൾ ലെസ് ദാൻ എൻഡൽ സെമിക്കോളൻ. എൻഡൽ മീൻസ് ന്യൂ ലൈൻ. \n ഇട്ടാലും മതി, \n ഇട്ടാൽ മതി. അല്ലെങ്കിൽ NDL സെമിക്കോളൻ കൊടുക്കണം. സീൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ നമ്പർ 1
എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ നമ്പർ 2. രണ്ട് നമ്പർ തമ്മിലാണ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പോകുന്നത്. അതുകൊണ്ടാണ് ഈ നമ്പർ 1 നമ്പർ 2 എന്ന് പറയുന്നത്. സ്വിച്ച്, നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വരികയാണ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഓപ്പണിംഗ് ബ്രേസ് കേസ്. ആദ്യത്തെ കേസ് നമ്മൾ പ്ലസ് കൊടുക്കുകയാണ്. പ്ലസ്സിന് സിംഗിൾ കോട്ട് ആൻഡ് അപ്പോസ് സെമിക്കോളൻ സി ഔട്ട്. ഇൻസർഷൻ ഓപ്പറേറ്റർ num1 ഇൻസർഷൻ ഓപ്പറേറ്റർ കൊട്ടേഷൻ പ്ലസ് കൊട്ടേഷൻ ഇൻസർഷൻ ഓപ്പറേറ്റർ num2 നമ്പർ 2 സെമിക്കോളൻ ബ്രേക്ക് സെമിക്കോളൻ. ഇപ്പൊ സി ഔട്ടും സി എന്നൊക്കെ പറയുമ്പോൾ സെമിക്കോളൻ അവസാനം വേണം കേട്ടോ. സെമിക്കോളൻ. ഇനി കേസ്. അപ്പോൾ ആദ്യ കേസ് പ്ലസ് കേസാണ്, അടുത്ത കേസ് മൈനസ് കേസ്. അതുപോലെ ആവർത്തിക്കും നമ്മൾ. അതുപോലെ മൈനസ് സിംഗിൾ കോട്ട് സെമിക്കോളൻ സി ഔട്ട് ഇൻസർഷൻ ഓപ്പറേറ്റർ നമ്പർ 1 ഇൻസർഷൻ ഓപ്പറേറ്റർ കോട്ട് മൈനസ് കോട്ട് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ num2 ബ്രേക്ക് num2 സെമിക്കോളൻ ബ്രേക്ക് സെമിക്കോളൻ കേസ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ സൈൻ സ്റ്റാർ ആണ് കേട്ടോ, ഇൻറ്റു അല്ല സ്റ്റാർ ആണ്. അപ്പോൾ സിംഗിൾ കോട്ട് സ്റ്റാർ സെമിക്കോളൻ സി ഔട്ട് num1 ഇൻസർഷൻ ഓപ്പറേറ്റർ num1 ഇൻസർഷൻ ഓപ്പറേറ്റർ ഡബിൾ കോട്ട് സ്റ്റാർ ഡബിൾ കോട്ട് ഇൻസർഷൻ ഓപ്പറേറ്റർ num2 ബ്രേക്ക് സെമിക്കോളൻ. ഇപ്പൊ സി ഔട്ടിന്റെ കൂടെ സെമിക്കോളൻ അവസാനം ഇടണേ. എല്ലാം നമ്മൾ ചെയ്തു നോക്കാന്നുള്ളത്. ചെയ്തു നോക്കുമ്പോൾ കാണിക്കും, തെറ്റായി കാണിക്കും. കേസ് അടുത്ത കേസാണ്. അത് ബൈ കാണുന്ന കേസാണ്. ബൈ നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ 3 പറഞ്ഞിട്ട് അവസാനം ബൈ. കേസ് സിംഗിൾ കോട്ടിനകത്ത് ബൈ കൊടുത്ത് സെമിക്കോളൻ സി ഔട്ട് ഇൻസർഷൻ ഓപ്പറേറ്റർ num1 ഇൻസർഷൻ ഓപ്പറേറ്റർ കോട്ട് ഫ്രണ്ട് സ്ലാഷ് ബൈ കൊട്ടേഷൻ ക്ലോസ്ഡ് ഇൻസർഷൻ ഓപ്പറേഷൻ നമ്പർ 2 സെമിക്കോളൻ ബ്രേക്ക് സെമിക്കോളൻ ഡിഫോൾട്ട് ലാസ്റ്റിലേക്ക് പോകും. ഇനി ഓരോ കേസ് ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് പോകും. ഒന്ന് അഡീഷൻ മാത്രമല്ലെങ്കിൽ അഡീഷൻ ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് പോകും. സബ്ട്രാക്ഷൻ മാത്രമാണെങ്കിൽ അഡീഷൻ ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കണ്ടീഷൻ വേണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് അടുത്തിലേക്കാണ് പോണത്. അതും ചെക്ക് ചെയ്തിട്ട് അടുത്തിലേക്ക് പോകും. അവിടെ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഡിഫാൾട്ടിലേക്ക് അവസാനത്തേക്ക് പോകും, ലാസ്റ്റിലേക്ക് പോകും. ഡിഫാൾട്ട് അത് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഓപ്പറേറ്റർ ഈസ് ഡസ് നോട്ട് മാച്ച് കണ്ടീഷൻ. ഡസ് നോട്ട് മാച്ച് കണ്ടീഷൻ കേട്ടോ. ഡസ് നോട്ട് മാച്ച് ഓപ്പറേറ്റർ ഡസ് നോട്ട് മാച്ച് ഈസ് വേണമെന്നില്ല. ഓപ്പറേറ്റർ ഡസ് നോട്ട് മാച്ച് കണ്ടീഷൻ. ഓപ്പറേറ്റർ ഡസ് നോട്ട് മാച്ച് കണ്ടീഷൻ. സി ഔട്ട് ഇൻസർഷൻ ഓപ്പറേറ്റർ എറർ എക്സ്ക്ലമേഷൻ. The operator അവിടെ ഒരു ചെറിയ ടൈം മിസ് ചെയ്തിട്ടുണ്ട്. അവിടെ സെമിക്കോളൻ കിട്ടാൽ മതി. ബ്രേക്ക് എന്ന് കൊടുക്കുക. ബ്രേക്ക് അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെ നോക്കുക. ഔട്ട്പുട്ട് 1 നമ്മൾ ആ പ്ലസ് ആണെങ്കിൽ അപ്പോൾ ഇന്റർണൽ ഓപ്പറേറ്റർ എന്ന് നമ്മൾ ചോദിക്കും. നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്റർണൽ സി ഔട്ടി കൊടുത്തിട്ടുണ്ട്. ഇന്റർണൽ ഓപ്പറേറ്റർ പ്ലസ് മൈനസ് സ്റ്റാർ ബൈ ആണ്. ബൈ 2 കുത്തിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉടനെ പ്ലസ് കൊടുക്കുമ്പോൾ ഉടനെ ചോദിക്കും എൻ്റർ ടു നമ്പേഴ്സ്. നമ്മൾ പറയും 2.3 4.5 എന്ന് കൊടുത്ത് വിചാരിച്ചു. അപ്പോൾ ഉടനെ കിട്ടുന്നത് 2.3 + 4.5 = 6.8 എന്ന് കാണിക്കും. ഇനി അത് നമ്മുടെ കണ്ടീഷൻ അല്ല എങ്കിൽ
അത് നമ്മുടെ കേസ് അല്ല എങ്കിൽ അടുത്ത കേസിലേക്ക് പോകും. അതാണ് സ്വിച്ച് ചെയ്യുന്നത്. അടുത്ത കേസിലേക്ക് പോകും. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ അതിവിടെ സബ്ട്രാക്ഷൻ ആയിട്ടാണ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റർ ആൻ ഓപ്പറേറ്റർ പ്ലസ് മൈനസ് സ്റ്റാർ സ്ലാഷ് ഉണ്ടല്ലോ, അപ്പം അതിൽ മൈനസ് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ പറയും എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പഴയ നമ്പർ തന്നെ കൊടുക്കുകയാണ്. വി ഗിവ് ദി above numbers 2.3 and 4.5. Then the result is 2.3 minus 4.5 equal to minus 2.2 എന്ന് കാണിക്കും. ഇനി ഇതും വേണ്ട എങ്കിൽ സ്വിച്ച് ഓപ്പറേറ്റർ ഇത് വേണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മൈനസിൻ്റെ കണ്ടീഷൻ ശരിയായില്ലെങ്കിൽ അടുത്തതിലേക്ക് പോകും. ഔട്ട്പുട്ട് 3 മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ചോദിക്കുക എൻ്റെ ഓപ്പറേറ്റർ നമ്മൾ സ്റ്റാർ കൊടുത്ത് മൾട്ടിപ്ലിക്കേഷനാണ്. ഇതിൻ്റെ 2 നമ്പേഴ്സ് പഴയപോലെ 2.3 4.5 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് 2.3 സ്റ്റാർ 4.5 10.35 എന്ന് കിട്ടും. ഇതും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവസാനം 4-ാമത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ ശരിയായാൽ പിന്നെ പ്രോഗ്രാം തീർന്നു. ഇവിടെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ 4-ാമത്തിലേക്ക് പോകും. ഒന്നും ശരിയില്ലെങ്കിൽ അവസാനം ഡിഫാൾട്ടിലേക്ക് പോകും. ഡിഫാൾട്ടിലേക്ക് ഇവിടെ ഡിഫാൾട്ടിൽ എഴുതിയിരിക്കുന്നത് കാണിക്കും. എന്താ ഡിഫാൾട്ടിൽ ഒരു കണ്ടീഷൻ ശരിയായില്ലെങ്കിൽ ഡിഫാൾട്ടിൽ എഴുതിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഡിഫാൾട്ട് ഇരിക്കുന്ന ഓപ്പറേറ്റർ ഡസൻറ്റ് മാച്ച് ദ കണ്ടീഷൻസ്, അതാണ് പിന്നെ ഡിഫാൾട്ട്, അത് കാണിക്കും. അപ്പോൾ നമ്മൾ 4 കണ്ടീഷനിൽ ശരിയാകുന്നില്ല എങ്കിൽ അവസാനം കാണിക്കുന്ന ഡിഫാൾട്ടാണ് ഓപ്പറേറ്റർ ഡസൻറ്റ് മാച്ച് ദ കണ്ടീഷൻ എന്ന് പറയും. അപ്പം അത് പിന്നെ നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എറർ എന്ന് കാണിക്കും. എറർ 4 കണ്ടീഷനിൽ എറർ എന്ന് കാണിക്കും. ഓപ്പറേറ്റർ ഡസൻറ്റ് മാച്ച് എന്ന് കാണിക്കും. ഓപ്പറേറ്റർ ഡസൻറ്റ് മാച്ച് എന്നുള്ളതായിരിക്കും കാണിക്കാൻ പോകണം. മാച്ച് ദ കണ്ടീഷൻസ്. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ചോദിക്കാവുന്ന പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കി പഠിക്കാൻ. പ്രോബബിൾ ക്വസ്റ്റ്യൻസ്. നമ്പർ 1, എക്സ്പ്രൈസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് CPP. Question number 2, give the flow diagram of switch statement. Statement. Question number 3, design a calculator program using switch statement. Or ഈ കാൽക്കുലേറ്റർ പ്രോഗ്രാം ഇങ്ങനെ ചോദിക്കാം. Design a calculator program using switch statement. Or how will you add, subtract, multiply and divide 2 numbers using switch statement in CPP. 2 സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുക, കുറയ്ക്കുക, അല്ലെങ്കിൽ ഗുണിക്കുക, ഡിവൈഡ് ചെയ്യുക എന്നുള്ള ചോദ്യം. അതിന് ഈ കാൽക്കുലേറ്റർ പ്രോഗ്രാമാണ് എഴുതേണ്ടത്. യു ട്രൈ. That is all with our 42nd lecture on computer science. Digital Troubles and Computer Science. Thank you very much.